50-60 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ എന്താ പറയുക, ഡ്രൈനെസ് ഒന്നുമില്ല, റിങ്കിൾസ് ഒന്നും ഇല്ലാതെ ആ ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്കിന്നായിട്ട് ഇരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 60 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏജായിട്ട് കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ. 60 വയസ്സെന്ന് വെച്ചാൽ വയസ്സായ ആൾക്കാർ, അല്ലെങ്കിൽ 60 വയസ്സെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചുളിവുകൾ, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് 60 വയസ്സിലും സ്കിന്നിന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതായത് ഒരു രീതിയിലുള്ള റിങ്കിൾസോ ഡ്രൈനെസ്സോ പിഗ്മെൻറ്റേഷനോ ഒന്നും തന്നെ ഇല്ലാതെ ക്ലിയറായിട്ട് നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇത് വെറുതെ നമ്മളെന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നതല്ല. ഇത് ട്രൂ ആണ്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 55 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും 65 വയസ്സ് കഴിഞ്ഞാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ആ ഒരു പ്രായത്തിൽ, കാരണം ഞാൻ ഒരുപാട് പേര് സ്കിൻ കെയറിൽ കൺസൾട്ടിങ് ചെയ്യുന്നതാണ്. 65 വയസ്സിലുള്ള ഒരുപാട് എനിക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു വിഷമം എന്ന് വെച്ചാൽ, പറയുമ്പോൾ തന്നെ എന്നോട് പറയും 60 വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ 65 വയസ്സായിന്ന്. നമുക്ക് എന്താണ് ഈ 60-65 വയസ്സിൽ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് വെച്ചാൽ, പിഗ്മെൻറ്റേഷൻ മെയിനായിട്ടുള്ള പ്രോബ്ലം. പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, അതുപോലെ തന്നെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ റിങ്കിൾസ് വന്നു, ഡ്രൈനെസ്, ഇതൊക്കെയാണ് നമ്മൾക്ക് ആ ഒരു ഏജിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് സൊല്യൂഷൻ, അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഞാൻ കാണുന്ന മിക്ക ആൾക്കാരിലും 50 വയസ്സ് കഴിഞ്ഞ മിക്ക ആൾക്കാരിലും ഞാൻ എൻ്റെ ക്ലയൻസ് ഞാൻ അത്രയും പേരെ കാണുന്നതാണ്. അപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും തന്നെ പിഗ്മെൻറ്റേഷനാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, ഇതാണ് ഒരു പ്രോബ്ലം, അഥവാ മെലാസ്മ. അപ്പോൾ അതിനുള്ള പ്രശ്നം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അറിയാതെ, നമ്മളുടെ ചെറുപ്പത്തിലൊന്നും നമുക്ക് അന്നത്തെ കാലത്ത് ഒരു സ്കിൻ കെയർ എന്താണെന്നോ അല്ലെങ്കിൽ സ്കിൻ റൊട്ടീൻ എന്താണെന്നൊന്നും നമുക്കറിയില്ല അല്ലേ. സാധാരണ നമ്മൾ എന്താ പറയുക, സോപ്പ് വെച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള എന്തെങ്കിലും ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇതാണ് നമ്മളെ റൊട്ടീൻ, ഇതാണ് ചെയ്തത്. ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രീം, ഫെയർനെസ് ക്രീം നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പൗഡർ മാത്രം. ഇവൻ ഡയറക്റ്റായിട്ട് പൗഡർ മാത്രം കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പൗഡർ എന്ന് വെച്ചാൽ പെട്ടെന്ന് വെളുക്കും എന്നുള്ളൊരു തോട്ട് അന്ന് ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ ടി വിയിൽ എന്താണോ പരസ്യത്തിൽ കാണുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, ഓക്കെ ഇന്ന സോപ്പ് തേക്കൂ ഇന്ന പോലെയാവും, അതുപോലെ ഇന്ന ഷാമ്പു ഉപയോഗിക്കുന്നെങ്കിൽ ഇത്രയും ഹെയർ വരും, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വെളുക്കും, ഈ ഫെയർനെസ് ക്രീം ഉപയോഗിക്കൂ. അപ്പോൾ അത് കണ്ട് നമ്മൾ അത് മേടിച്ച് ഉപയോഗിച്ച് ഇന്ന് അത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെ സ്കിൻ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ടും പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഡ്രൈനെസ് എല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും മനസ്സിലാക്കുക, അന്നത്തെ കാലത്ത് നമ്മൾ സോപ്പാണ് ഉപയോഗിച്ചത്. ഇന്ന് സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളത് റീസെൻ്റ്ലി ഞാനിപ്പോൾ കൺസൾട്ടിങ്ങിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴും സോപ്പ് ഉപയോഗിക്കുന്നത്, കാരണം സോപ്പിൻ്റെ pH ഹൈ ആണ്. ഒരു കാരണവശാലും നമ്മൾ സ്കിന്നിലേക്ക് അത് കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് നമ്മൾ സോപ്പ് എടുക്കും, അതിനുശേഷം നമ്മൾ എത്രയോ ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള കെമിക്കൽ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ സ്കിന്നെ ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പറായിട്ടുള്ള സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഹൈഡ്രേഷനാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എത്രത്തോളം സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മോയ്സ്ചർ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇന്നർ മോയ്സ്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ വെള്ളം എത്രത്തോളം കുടിക്കാൻ പറ്റുമോ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. സെക്കൻഡ് തിങ്, അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ആൻറ്റി ഏജിങ്ങിലുള്ളവർക്കുള്ള ഒരു സ്കിൻ റൊട്ടീനാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെള്ളമാണ്. വെള്ളം മസ്റ്റായിട്ട് നമുക്ക് എത്രത്തോളം കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫുഡിൽ ഡയറ്റ് പ്രോപ്പറാക്കുക. ഡയറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ്റെ അളവ് മാക്സിമം എടുക്കുക. കാർബൊക്കെ കുറച്ചുകൊണ്ട് പ്രോട്ടീൻ മാക്സിമം എടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാം. മനസ്സിലായോ? കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ആവശ്യം വരുന്ന കൊളോജിൻ,
കൊളോജിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളും കൊളോജിൻ്റെ സ്കിൻ കെയർ റൊട്ടീനാണ് നമുക്ക് വേണ്ടത്. 45+ ഉള്ള എല്ലാവരും തന്നെ എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊളോജിനും നമുക്ക് വേണം. കാരണം നമ്മുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് കൊളോജിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ്. പെട്ടെന്ന് തന്നെ റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൊളോജിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. പ്ലസ് നമ്മുടെ സ്കിൻ കെയർ 30 വയസ്സ് കഴിഞ്ഞാൽ 30 വയസ്സ് മുതൽ സ്കിൻ കെയർ മസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 30 വയസ്സിൽ ഒരാൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 60-70 വയസ്സ് കഴിഞ്ഞാലും അയാളുടെ സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്. മനസ്സിലായോ? അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഏജ് തോന്നിയെന്നോ പിഗ്മെൻറ്റേഷനോ അൺഈവണോ ഡ്രൈനെസ്സോ ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. 100% ഗ്യാരൻറ്റി. ഇനി അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു മെസ്സേജ് കാണുന്നത് ആ ടൈം തൊട്ട് നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ പ്രോപ്പറാക്കുക. കാരണം ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ഒരു സ്കിൻ കെയർ ആണ് വേണ്ടത്. എസ്പെഷ്യലി ലേഡീസിന് നമുക്ക് ഹോർമോണൽ അതായത് ചേഞ്ചസ് വരുമ്പോൾ ഇവൺ ഒരു 45-50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മളുടെ പീരിയഡ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയം മെനോപോസിൻ്റെ ടൈമൊക്കെ വരുന്ന സമയത്ത് അതും നമ്മുടെ സ്കിന്നിനെ പല രീതിയിലും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അതിനൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് നമ്മളുടെ ഡയറ്റിലൂടെയും നമ്മളെടുക്കുന്ന സ്കിൻ കെയർ റൊട്ടീനിലൂടെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വലിയ വലിയ ക്രീമുകൾ മേടിച്ചു അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ടു ഭയങ്കരമായിട്ട് കൺസൾട്ട് ചെയ്തു അതിലൊന്നും നമുക്ക് കാരണം ആ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും നമുക്കതിന് കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് എന്താണോ സ്കിന്നിന് വേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ നമുക്കറിയണം. മനസ്സിലായില്ലേ? ഏറ്റവും നമ്മൾ ആൻറ്റി ഏജിങ്ങിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു സ്കിന്നിനെ എത്രത്തോളം മോയ്സ്ചർ ചെയ്യാൻ പറ്റുമോ അത്രയും മോയ്സ്ചർ ചെയ്തുകൊണ്ട് സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റൊട്ടീനായിരിക്കണം. പല ആൾക്കാരും എന്നോട് പറയും, മാം ഞാനിപ്പോൾ റെറ്റിനോൾ എടുക്കുന്നുണ്ട്, ആഴ്ചയിൽ ഞാൻ ഇത്ര ദിവസം റെറ്റിനോൾ എടുക്കും. നിങ്ങൾ റെറ്റിനോൾ എടുക്കാം, ഇതുപോലത്തെ ആക്റ്റീവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഈ റെറ്റിനോളൊക്കെ എടുക്കുന്നു, പക്ഷേ സ്കിന്നിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല, കറക്റ്റായിട്ടുള്ള മോയ്സ്ചർ കൊടുക്കുന്നില്ലെങ്കിൽ 100% ഫ്ലോപ്പ് ആവും. നിങ്ങൾ എന്ത് ചെയ്താലും അതൊരു നെഗറ്റീവ് റിസൾട്ടിലേക്ക് വരത്തുള്ളൂ. പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുന്നത് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു 60-70 വയസ്സെന്ന് വെച്ചാൽ നമ്മൾ കൊളോജിൻ എടുക്കുക, നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ഡയറ്റിൽ എപ്പോഴും നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് അതുപോലെ തന്നെ സപ്ലിമെൻ്റ് ആയിട്ട് കൊളോജിൻ പൗഡർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ എല്ലാം തന്നെ കൊളോജിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ പോകുന്നതെങ്കിൽ നമ്മളുടെ സ്കിൻ ഞാൻ പറയുന്നു 60-70 വയസ്സിലും നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് എല്ലാ കാലത്തും നമ്മൾ ഇരിക്കുന്നിടത്തോളം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്, എല്ലായ്പ്പോഴും നമ്മൾ ഈ ലോകത്ത് നമ്മൾ പോകുന്നവരെയും നമ്മളെ കാണുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇത് തന്നെ ആയിരിക്കണം ഓരോരുത്തരും ആഗ്രഹം. അപ്പോൾ അത് നമുക്ക് കിട്ടണം. ആ ഒരു റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ഞാൻ പറഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഡയറ്റും കറക്റ്റായിട്ടുള്ള സ്കിൻ കെയറും നമ്മൾ ചെയ്യണം. ഒരുപാട് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ആർക്കും തന്നെ അറിയില്ല എന്താണ് സ്കിൻ കെയർ എന്നുള്ളതോ, ക്ലെൻസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ടോണർ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുപോലെ മോയ്സ്ചറൈസർ, അതുപോലെ സൺസ്ക്രീൻ. നമ്മൾ ഓരോ ഏജിനനുസരിച്ച് ഓരോ പ്രശ്നത്തിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ അറിയില്ല. നമ്മൾ മാർക്കറ്റിൽ കാണുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓൺലൈനിൽ പരസ്യത്തിൽ കാണുന്ന പ്രൊഡക്റ്റ് ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്ന അല്ല പ്രശ്നം. യൂസ് ചെയ്ത് നമ്മുടെ പ്രശ്നം ഉണ്ടോ അതിൻ്റെ ഇരട്ടിയാക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. 3 മാസത്തെ എൻ്റെ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഞാനിവിടെ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഒരു സ്കിൻ കെയർ ആണ് നമ്മൾ തരുന്നത്. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കെയറിലൂടെയാണ് നമ്മുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു മാജിക് പോലെ ഒരു ക്രീം ഇട്ട് വെളുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മളിവിടെ ചെയ്യുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ ഒരു ലൈഫ് ടൈമിലേക്ക് ഒരു റിസൾട്ട് വേണം. നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് ഒരു റിസൾട്ട് വേണോ, ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ എത്ര പ്രായം ആയിക്കോട്ടെ, 65, 70 എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഈ ഒരു ഏജിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കിൻ ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കറക്റ്റായിട്ടുള്ള സ്കിൻ കെയറിലൂടെ. അപ്പോൾ അത് എനിക്ക് 3 മാസത്തെ ഫീസ് ഉണ്ട് കേട്ടോ, 5000. അത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നമ്മൾ ഓൺലൈൻ വഴി വീഡിയോ കോൾ വഴി നമ്മൾ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ് എല്ലാം തന്നെ പറഞ്ഞു തന്നുകൊണ്ട്
നമ്മളത് എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ 60-70 വയസ്സ് എന്നുള്ളതല്ല പ്രോബ്ലം. നമ്മൾ വയസ്സെന്നുള്ളത് നമ്മൾ നോക്കിയേ വേണ്ട. നമ്മളെപ്പോഴും നമ്മളെ മൈൻഡ് കൊണ്ട് നമുക്ക് എന്താണോ എങ്ങനെയാണോ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ ഇരിക്കാനായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കുക. വെള്ളം നല്ലപോലെ, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, സ്കിൻ എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കും സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്. സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കൊടുക്കുക. കാരണം ഇന്നർ മോയ്സ്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സ്കിന്നിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെള്ളം നല്ലപോലെ കുടിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എടുക്കുക കേട്ടോ. കാരണം നമ്മൾ വേറെ നിങ്ങൾ ഏത് അമേരിക്കയിൽ പോയി ക്രീം കൊണ്ടുവന്നാലും ശരി, അതല്ല വേറെ എവിടെ എന്തെങ്കിലും കൊണ്ടുവന്നാലും ശരി, ഇതൊന്നും മേടിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല. ഈവൻ നിങ്ങൾ പെട്ടെന്ന് പോയി ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് സ്കിന്നിന് കൊടുക്കേണ്ടത് കൊടുക്കുക. നമ്മളൊരാൾ ദാഹിച്ചിരിക്കുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട വെള്ളമാണ്. അയാൾക്ക് കൊണ്ട് ബിരിയാണി കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് ആദ്യം എന്താണോ വേണ്ടത് അത് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണം. അത് കറക്റ്റായിട്ട് എടുക്കണം. ഓരോരുത്തർക്കും എന്താണ് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. എനിവേസ് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോസിൽ പറഞ്ഞു, മാരേജ് കഴിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ലൈവിൽ വരാൻ പറ്റുമോ എന്നുള്ളത്. ആ വീഡിയോ വീണ്ടും കാണണം എന്നൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോസ് എന്ന് പറയുന്നത് 24 hours-ആണ്. അപ്പോൾ അതിനി ലൈവ് കാണാൻ പറ്റത്തില്ല. എന്തായാലും നമ്മളുടെ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ലൈവ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും തന്നെ മീറ്റ് ചെയ്യാം. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ വയ്ക്കുക, മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണം, നിങ്ങളുടെ സ്കിന്നും പ്രോപ്പർ ആവണം, ക്ലിയർ ആവണം. ഒരു ക്ലിയർ സ്കിൻ ലൈഫ് ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് മെസ്സേജ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിൻ കെയറും റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ബൈ, താങ്ക് യു.